നമസ്കാരം. ട്രംപിന്റെ കള്ളക്കളികളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഇന്ത്യയിലേക്കുള്ള ഫണ്ട് റദ്ദാക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. ഇതോടെ വീണ്ടും ചില വിഷയങ്ങൾ ചർച്ചയാവുകയാണ്. ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദം വരെ ഉയർത്തിയതായിരുന്നു ഈ ചർച്ചകൾ. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക $21 മില്യൺ അതായത് 160 കോടി രൂപ ധനസഹായം നൽകിയത് ബംഗ്ലാദേശിനാണ്. ഒരു പ്രമുഖ മാധ്യമമാണ് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2014 സംഘടിപ്പിക്കപ്പെട്ട ബംഗ്ലാദേശിലെ പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് $13.4 മില്യൺ ചിലവഴിക്കപ്പെട്ടത്. 2024 ഓഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഷെയ്ഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ടിരുന്നു. USAID അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ധനസഹായം ലഭിച്ചതായി ബംഗ്ലാദേശ് ഔദ്യോഗിക വൃത്തങ്ങൾ നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു. യുവജനങ്ങൾക്കിടയിൽ ജനാധിപത്യ നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ രാജ്യത്തുടനീളം 2022 മുതൽ വിവിധ സർവകലാശാലകളിലടക്കം ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചതായി ധാക്ക സർവകലാശാലയിലെ അധ്യാപികയായ ഐനുൽ ഇസ്ലാം സെപ്റ്റംബർ മാസത്തിൽ വ്യക്തമാക്കിയിരുന്നു. USAIDയുടെ സഹകരണത്തോടെയാണ് ഇത് സാധ്യമായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ CEPPS പദ്ധതിയുടെ ഭാഗമായി $21 മില്യൺ ഫണ്ട് അനുവദിച്ച വിവരം USAID ധാക്ക ഉപദേഷ്ടാവ് ലുബൈൻ മോസം മാസങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഫണ്ട് റദ്ദാക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശദീകരണവുമായി രംഗത്ത് വന്നതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ $21 മില്യൺ നമ്മൾ ചെലവഴിക്കേണ്ടതുണ്ടോ? ഞാൻ കരുതുന്നത് മറ്റാരോ തിരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി അവർ ശ്രമം നടത്തിയതെന്നാണ്. ഇക്കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് മയാമിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞിരുന്നത്. ഇത് തെറ്റിദ്ധാരണാജനകമാണെന്ന് വലിയ വിമർശനം തന്നെ ഉയർന്നിരുന്നു. അമേരിക്കൻ സാമ്പത്തിക സഹായത്തിന്റെ പേരിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദം ഉയർന്നിരുന്നു. അമേരിക്കൻ സാമ്പത്തിക സഹായം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന വിദേശ ഇടപെടലിന്റെ തെളിവാണെന്നാണ് BJP ആരോപിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ കാലത്ത് രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ചില ശക്തികൾക്ക് ഇന്ത്യയെ ദുർബലപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും നൽകിയെന്നാണ് BJP ആരോപിക്കുന്നത്. ഇതിനെല്ലാം പിന്നിൽ അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസ് ആണെന്നും BJP IT സെൽ തലവൻ അമിത് മാളവ്യ ആരോപിച്ചിരുന്നു. അതേസമയം അമേരിക്കൻ സാമ്പത്തിക സഹായം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.